പെർലൈറ്റിനെ പരിചയപ്പെടാം. ഇത് നമുക്ക് അഗ്നിപർവ്വതങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വോൾക്കാനിക് ഗ്ലാസ് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ഭാരം കുറഞ്ഞ ധാരാളം സുഷിരങ്ങളുള്ള കല്ലുകളാണിവ. ചാര കളറിലും വെള്ള കളറിലും ഇവ ലഭ്യമാണ്. പോട്ടിംഗ് മിക്സായും ഹൈഡ്രോപോണിക്സിലും ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന നിലയിൽ നിർമ്മാണ രംഗത്തും ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് ധാരാളം ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, ചൂട് കൂടിയാൽ ഇവയിലെ വെള്ളം നീരാവിയായി പുറത്തു പോകും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ പെർലൈറ്റ് സഹായകരമാകുന്നു. മണ്ണിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ചെടികളുടെ വേരിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിലും ഇത് സഹായിക്കുന്നു. പെർലൈറ്റ് നമുക്ക് എല്ലാ തരത്തിലുള്ള ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. വേര് പൊട്ടാതെ ചെടിച്ചട്ടിയിൽ നിന്നും ചെടിയെ ഞാൻ മാറ്റിവെച്ചു. മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടായിരുന്നതിനാൽ പെർലൈറ്റ് ഞാൻ ചെടിച്ചട്ടിയിലുള്ള മണ്ണിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തു. പെർലൈറ്റ് മണ്ണുമായി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെടി നട്ടു. അതിനുശേഷം ഹൈഡ്രജൻ പെറോക്സൈഡ് ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ റോസ്മേരിക്ക് നല്ല പോലെ സ്പ്രേ ചെയ്തു. ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ചെടിയുടെ വേര് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ചെടി തളർത്തു വരുന്നതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കും. ഉറപ്പായും ഇതിന്റെ റിസൾട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. നന്ദി.